സർ, എന്തൊക്കെയാണ് പ്രധാനമായും ഈ വിധി പ്രസ്താവത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ? 2021 പെരിന്തൽമണ്ണ നിയമസഭാ നിയോജക മണ്ഡലത്തിലെ ശ്രീ നജീബ് കാന്തപുരത്തിൻ്റെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് എതിർ സ്ഥാനാർത്ഥിയായിരുന്ന LDF KP മുഹമ്മദ് മുസ്തഫ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചത്. നജീബ് കാന്തപുരം 38 വോട്ടുകൾക്കാണ് അന്ന് വിജയിച്ചിരുന്നത്. എന്നാൽ 348 വോട്ടുകൾ അസാധുവാക്കി ആ വോട്ടുകൾ സാധുവായ വോട്ടുകളാണെന്നും അത് എണ്ണണം ആ ആവശ്യം റിട്ടേണിംഗ് ഓഫീസർ നിരാകരിച്ചു എന്നതായിരുന്നു ഹർജിക്കാരൻ്റെ പ്രധാനമായിട്ടുള്ള വാദം. ആ വാദം ഏകദേശം 50ഓളം സാക്ഷികളെ വിസ്തരിച്ചതിന് ശേഷം വീഡിയോ തെളിവെടുപ്പുകളടക്കം പരിഗണിച്ചതിന് ശേഷമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്ന് തെരഞ്ഞെടുപ്പ് ഹർജി തള്ളി ഉത്തരവായിട്ടുള്ളത്. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു വാദം എന്ന് പറയുന്നത്, നമ്മൾ സാധാരണഗതിയിൽ മുമ്പൊന്നുമില്ലാത്ത രീതിയിലുള്ള ഒരു സാഹചര്യമായിരുന്നു അന്നത്തെ ഇലക്ഷൻ്റെ സമയത്ത്. ആ ഇലക്ഷനിൽ വീടുകളിൽ കഴിയാൻ നിർബന്ധിതരായിട്ടുള്ള ആബ്സെൻറ്റി വോട്ടേഴ്സുണ്ട്. കോവിഡ് കാരണം, അതുപോലെ തന്നെ മറ്റ് അസുഖങ്ങൾ കാരണം, മറ്റ് പ്രായാധിക്യത്താലുള്ള ബുദ്ധിമുട്ടുകൾ കാരണമുള്ള വോട്ടർമാർക്ക് ഇലക്ഷൻ കമ്മീഷൻ ആദ്യമായിട്ട് നടത്തിയിട്ടുള്ള ഒരു സൗകര്യമാണ് വോട്ടറെ നേരിൽ കണ്ടുകൊണ്ട് വോട്ട് കളക്ട് ചെയ്യുന്നതിന് ഒരു പോളിംഗ് ടീമിനെ നിയമിക്കുക എന്നുള്ളത്. ആ പോളിംഗ് ടീമിൽ 5-6 ആളുകൾ ഉൾപ്പെടുന്ന പോളിംഗ് ടീം ഒരു ബൂത്ത് പോലെ തന്നെ അങ്ങോട്ട് ചെല്ലുകയായിരുന്നു. അവിടെ അവരൊരു ഫോം ഡിക്ലെയർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്, അവർ വോട്ട് ചെയ്യേണ്ടതുണ്ട്, വോട്ട് തിരിച്ചു വാങ്ങേണ്ടതുണ്ട്. ഇതൊക്കെ ഈ ഉദ്യോഗസ്ഥന്മാരുടെ കടമയായിട്ട് വരും. അതിനകത്ത് വോട്ടർമാർ ചെയ്തിട്ടുള്ള വീഴ്ചകൾ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ ചെയ്തിട്ടുള്ള വീഴ്ചകൾ, ഈ കാര്യങ്ങൾ പരിശോധിക്കണം. ആ കാര്യങ്ങൾ പരിശോധിച്ച ശേഷം അത് വോട്ടറുടെ വീഴ്ചയല്ല, അത് ഇലക്ഷൻ കമ്മീഷൻ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളുടെ ലംഘനമാക്കി കണക്കിലാക്കി ആ വോട്ടുകൾ സാധുവാക്കി കണക്കിലാക്കി എണ്ണണം എന്നുള്ളതായിരുന്നു മുസ്തഫയുടെ ആവശ്യം. ഇത് സത്യത്തിൽ നിയമപ്രകാരം നിലനിൽക്കുന്നതല്ല. കാരണം 6 കൗണ്ടിംഗ് ടേബിളുകളാണ് ഈ വോട്ടുകൾക്ക് വേണ്ടി തയ്യാറാക്കിയിരുന്നത്. ആ 6 കൗണ്ടിംഗ് ടേബിളുകളുടെയും അവിടുത്തെ മുസ്തഫയുടെ ഈ ഏജൻറ്റുമാരൊക്കെ ഈ വോട്ടുകൾ അസാധുവാണെന്ന് കണക്കാക്കി അത് അംഗീകരിച്ച് ഒപ്പിട്ട് കൊടുത്തിട്ടുള്ളതാണ്. അവസാനം 38 വോട്ടുകൾ മാത്രമാണ് ഇതിൻ്റെ ഒരു മാർജിൻ എന്ന് കണ്ടപ്പോൾ മാത്രമാണ് 348 എണ്ണം ഇതുപോലെ അസാധുവായിട്ടുണ്ട് എന്ന് കണക്കാക്കിയപ്പോഴാണ് ഇത്തരമൊരു ആവശ്യവുമായിട്ട് വന്നത്. ഞങ്ങൾ പ്രധാനമായി ഉന്നയിച്ച ഒരു മറുവാദം എന്ന് പറയുന്നത്, ഈ ജനപ്രാതിനിധ്യ നിയമത്തിലെ 101D(4) പ്രകാരം ഒരു ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു ഉത്തരവ്, ഒരു നിയമം, അതിൻ്റെ ലംഘനം ഉണ്ടായാൽ മാത്രമേ ഇത്തരത്തിലുള്ള ഒരു ഇലക്ഷൻ പെറ്റീഷൻ ഇവിടെ അനുവദിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഇവിടെ അവർ ഹാജരാക്കിയിട്ടുള്ള രേഖ എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു ഗൈഡ് ലൈൻ മാത്രമാണ്, ഒരു ഹാൻഡ് ബുക്ക് പോലെ. ഇതിന് സത്യത്തിൽ നിയമത്തിൻ്റെ, അതായത് ആർട്ടിക്കിൾ 324 ഒന്നും യാതൊരു പിൻബലവുമില്ലാത്ത ഒരു ഇലക്ഷൻ നടത്തുന്നതിന് വേണ്ടി സൗകര്യപ്പെടുത്തുന്നതിന് വേണ്ടി കൊടുത്തിട്ടുള്ള ഒരു രേഖ മാത്രം. അതിനകത്ത് തന്നെ അത്തരം കാര്യങ്ങൾ തെളിയിക്കുന്നതിൽ അമ്പെ പരാജയപ്പെടുകയാണ് ഇലക്ഷൻ പെറ്റീഷൻ ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, ഇവിടെ അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഈ 348 തന്നെ വെറും 263 വോട്ടുകൾ മാത്രമാണ് ഇത്തരത്തിലുണ്ട് എന്ന് അവർക്കൊരു ശ്രമം പോലും നടത്താൻ കഴിഞ്ഞത്. അവർ ഈ നമ്മുടെ പോളിംഗ് ഓഫീസേഴ്സ് ഉണ്ട്, ഓരോ വീടുകളിലും പോയിട്ടുള്ള പോളിംഗ് ഓഫീസേഴ്സ്, അവരെ തന്നെ എല്ലാവരെയും അവർ വിസ്തരിക്കാൻ കഴിഞ്ഞില്ല, അവർ വിസ്തരിച്ചില്ല. അപ്പോൾ അവിടെ തന്നെ ഈ വോട്ടുകൾ പിക്ക് ആൻഡ് ചൂസ് ചെയ്തുകൊണ്ട്, അത് തിരഞ്ഞെടുത്തുകൊണ്ട് ചില വോട്ടുകൾ മാത്രം എണ്ണുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളത് തന്നെ നമ്മൾ പ്രധാനപ്പെട്ട വാദങ്ങൾ. ആ വാദങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഈ ജനപ്രാതിനിധ്യ നിയമപ്രകാരം 101D(4) ഈ ഒരു വീഴ്ച വരില്ല. അതുകൊണ്ട് തന്നെ അസാധുവായിട്ടുള്ള വോട്ടുകൾ അസാധു തന്നെയാണ് എന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ 7-അംഗ ഭരണഘടനാ ബെഞ്ച് അടക്കമുള്ള വിധികൾ പ്രതിപാദിച്ചുകൊണ്ടാണ് ഞങ്ങൾ വാദം ഉന്നയിച്ചത്. ആ വാദം പിന്നെ ബഹുമാനപ്പെട്ട കോടതി അംഗീകരിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നൽകിയിട്ടുള്ള ഹർജി തള്ളുകയുണ്ടായത്. ഈ വിധിയുടെ പൂർണ്ണമായിട്ടുള്ള ഭാഗം ഞങ്ങൾക്ക് ലഭ്യമായിട്ടില്ല. അത് ലഭ്യമാകുന്ന ഉറക്കും ബാക്കി വിവരങ്ങൾ കൂടെ വരുന്നതാണ്.